കുറേ നാളുകളായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുകയും മനസ്സാക്ഷിയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട രാജ്യത്ത് നടക്കുമ്പോൾ അതിനെതിരെ എത്രമാത്രം പ്രതികരിച്ചിട്ടും ഫലമില്ലാതെ വളരെ നിസ്സഹായരാകുന്ന ഒരു ജനതയുടെ പ്രാർത്ഥനയാണ് ഇന്ന് ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ അരങ്ങേറുന്നത്. മണിപ്പൂരിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പതിവ് പോലെയുള്ള ഗോത്ര കലാപമാണത് എന്ന് പറഞ്ഞ് ആശ്വസിക്കാനായിരുന്നു നമുക്കെല്ലാവർക്കും താല്പര്യം. അതിനെ വർഗീയമായ ഒരു സംഘടനമായോ വംശീയ ഉന്മൂലനമായോ ഒന്നും കാണുവാൻ നമ്മുടെ പൊതുസമൂഹം തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. ഗോത്രങ്ങൾ തമ്മിൽ ഉള്ള കലഹം സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു നാട്ടിൽ ഇപ്രകാരമുള്ള ഒരു ഗോത്ര ശത്രുതയാണ് അതിനെല്ലാം നിമിത്തമായത്. അതുകൊണ്ട് അത് അവിടെ തന്നെ അവസാനിക്കേണ്ടതാണ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന നമുക്ക് വളരെ പെട്ടെന്നാണ് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഈ കലാപത്തിൽ ഇത്രയധികം ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടത്? കേവലം 2 ദിവസങ്ങൾ കൊണ്ട് 200-ലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ അവിടെ തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ കലാപം ആർക്കെതിരെയായിരുന്നു എന്നുള്ള ന്യായമായ ഒരു ചോദ്യം ഉയരുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ ദേവാലയങ്ങൾ തകർക്കുന്നത്? ക്രൈസ്തവ ഭൂരിഭാഗമായ കുക്കി ഗോത്ര വിഭാഗക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നില്ല എന്നും, മറിച്ച് മെയ്തൈ വിഭാഗത്തിലെ ക്രൈസ്തവർക്കും സമാനമായ നഷ്ടങ്ങളുണ്ടായി എന്നും മനസ്സിലാക്കുമ്പോൾ ഇതൊരു ഗോത്ര കലാപം മാത്രമായിരുന്നോ അതോ വർഗീയമായ ഒരു ഉന്മൂലനമായിരുന്നോ ഇവരുടെയൊക്കെ ലക്ഷ്യമെന്നുള്ള വലിയ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവം ഒരുമിച്ച് കൂടുന്നത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി ജനങ്ങളുടെ ശബ്ദത്തിന് ഭരണാധികാരികൾ നൽകുന്ന വിലയാണ്. ഇന്ത്യ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന് അഭിമാനിക്കുമ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യമായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത് 10,000-കണക്കിന് മനുഷ്യർ അവരുടെ വാസസ്ഥാനങ്ങളിൽ നിന്ന് അകലെ ക്യാമ്പുകളിൽ കഴിയേണ്ട ദാരുണമായ സാഹചര്യം ഉണ്ടാകുന്നു. ഏതാണ്ട് 200ഓളം മനുഷ്യർ കൊല്ലപ്പെടുന്നു. അനേകരുടെ ഭവനങ്ങൾ കത്തി എരിയുന്നു. ഈ സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ സാധാരണ ജനത്തിൻ്റെ വികാരങ്ങൾക്ക് വില കൊടുക്കാൻ തയ്യാറാകാതെ ഭരണകൂടങ്ങൾ വലിയ നിശബ്ദത പാലിക്കുന്നു. അവർ മനഃപൂർവ്വം അതിനെ അവഗണിച്ച് മുന്നേറുകയാണ്. ഇവിടെയാണ് ഒരു വംശീയ ഉന്മൂലനത്തിൻ്റെ തന്നെ സാധ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കലാപമുണ്ടാകുന്നു, വളരെ പെട്ടെന്ന് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യമാക്കി അക്രമങ്ങൾ അരങ്ങേറുന്നു. അതിനോട് ചേർന്ന് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം വിച്ഛേദിക്കുന്നു. വാർത്തകളൊന്നും പുറത്തേക്ക് വരാതാകുന്നു. അങ്ങനെ ആർക്കും ഒന്നും അറിയാൻ പറ്റാത്ത ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ തള്ളിവിടുന്നു. ഇതിന് സമാനമായ സാഹചര്യങ്ങൾ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ടായി എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളും വളരെ സങ്കടത്തോടുകൂടി നമ്മൾ ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ഒരു വിഭാഗത്തെ നിഷ്കരണം തുടച്ചു നീക്കുവാൻ, ഉന്മൂലനം ചെയ്യുവാനുള്ള പരിശ്രമങ്ങൾ ഭരണകൂടങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ ഉണ്ടാകുന്നു എന്നുള്ള വളരെ സങ്കടകരമായ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഇവിടെ ഈ ഗോത്ര ശത്രുതയുടെ മറവിൽ നടക്കുന്ന വർഗീയമായ ഈ ഉന്മൂലനത്തിൻ്റെയൊക്കെ പിന്നിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ തന്നെ ചില നിലപാടുകളുണ്ടെന്ന് ലോകം മുഴുവൻ പറയുന്നതാണ്. അത് നമ്മളും തിരിച്ചറിയുകയാണ്. കുക്കി ഗോത്ര വംശജരെ മുഴുവൻ മയക്കുമരുന്ന് വ്യാപാരികളായും അതുപോലെ കഞ്ചാവ് കൃഷിക്കാരായും എല്ലാം മുദ്രകുത്തി അവരെ ഒറ്റപ്പെടുത്താനായിട്ട് നടത്തിയ പരിശ്രമങ്ങൾ, അവരെ വിദേശികളെന്ന് കരുതി അപരവൽക്കരിക്കാനായിട്ടുണ്ടായ പരിശ്രമങ്ങൾ, അതോടൊപ്പം അവർക്ക് പൗരത്വത്തിന് പോലും അവകാശമില്ലെന്നുള്ള രീതിയിൽ
അവർക്ക് അവരുടെ സ്ഥലങ്ങൾ എല്ലാം സ്വന്തമാക്കുവാനുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഇത്ര ദാരുണമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കപ്പെട്ടത്. പക്ഷെ അതൊന്നും തിരിച്ചറിയാതെ ഇത് കേവലം ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുത മാത്രമാണെന്ന് എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുമ്പോൾ അതൊരിക്കലും ഇന്ത്യയുടെ ആ മഹനീയമായ ആ ഒരു ആശയത്തെ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി ആദരണീയനായ ശ്രീ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ആതിഥ്യമൊക്കെ അരുളി. ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനകരമായി അദ്ദേഹം അവിടെ എത്തി അവരുടെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി. അദ്ദേഹം അവരോട് പറഞ്ഞത് അമേരിക്കയും ഇന്ത്യയും ഒരേ ജനാധിപത്യ മൂല്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. സമത്വവും സ്വാതന്ത്ര്യവും എല്ലാം രണ്ട് രാജ്യങ്ങളും അംഗീകരിക്കുന്നു, പങ്കുവയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഒരു സംസ്ഥാനത്ത് ഒരു പ്രത്യേക മതം ജീവിക്കുന്ന ഒരു പ്രത്യേക ഗോത്രവിഭാഗം അവരുടെ പിറന്ന മണ്ണിൽ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ഓർത്തോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളെല്ലാം കൂടെ ഡൽഹിയിൽ ആഴ്ചകളായി പ്രധാനമന്ത്രിയെ കാണാൻ കാത്തുകിടന്നപ്പോഴും അവർക്കൊന്ന് മുഖം കൊടുക്കാൻ പോലും തയ്യാറാകാതെ അദ്ദേഹം വിദേശയാത്ര നടത്തുകയായിരുന്നു എന്നൊക്കെയുള്ളത് നമ്മൾക്ക് വീണ്ടും സംശയങ്ങൾ നൽകുകയാണ്. ഇതൊക്കെ ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നോ, ഒരു വംശീയ ഉന്മൂലനത്തിൻ്റെയോ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഈ കൊച്ചു കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും അതുപോലെ ഇന്ത്യയുടെ ഭരണഘടനാപരമായ നിലനിൽപ്പിനുമെല്ലാം വലിയ സംഭാവനകൾ നൽകിയ ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. വിദ്യാഭ്യാസത്തിലൂടെ എല്ലാവർക്കും സമത്വം നൽകുന്നതിലൂടെ ജാതി ഉച്ചാടനത്തിലൂടെ എല്ലാം വലിയ മാതൃക നൽകിയ ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ ദുഃഖമുണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. നമ്മുടെ രാജ്യം അഭിമാനപൂർവ്വം നമുക്ക് ഇതൊരു മതേതര രാജ്യമാണ്, ഇതെല്ലാ സംസ്കാരങ്ങളെയും ആശ്ലേഷിക്കുന്ന രാജ്യമാണ്. ഇവിടെ ആരും അപരവൽക്കരിക്കപ്പെടുന്നില്ല, ആരും അന്യവൽക്കരിക്കപ്പെടുന്നില്ല, എല്ലാവർക്കും അഭയമേകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന അഭിമാനത്തോടെ എവിടെയും പോയി പറയുവാൻ സാധിച്ചിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഞാൻ വിദേശത്തൊക്കെ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുമ്പോഴും എല്ലായ്പ്പോഴും എവിടെയും ഞങ്ങളൊക്കെ പറഞ്ഞ് അഭിമാനിച്ചിരുന്ന ഒരു കാര്യം, ഞങ്ങളുടെ രാജ്യം ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അഹിംസ എന്ന സിദ്ധാന്തം അത് വളരെ രൂഢമൂലമാണ്. ഞങ്ങളെ പ്രതിരോധിക്കാനല്ലാതെ യുദ്ധങ്ങൾക്ക് പോയിട്ടില്ല. ഇവിടെ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സ്ഥാനമുണ്ട്. ലോകത്തിലെ ഏത് മുസ്ലിം രാജ്യത്തെക്കാളും മുസ്ലിം ജനസംഖ്യ കൂടുതൽ ഇവിടെയാണ്. ഞങ്ങളിവിടെ ഒരു ചെറിയ ക്രൈസ്തവർ ഇവിടെ ഒരു ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യത്തിന് കുറവില്ല എന്നൊക്കെ അഭിമാനത്തോടെ എല്ലായിടത്തും ചെന്ന് പറഞ്ഞിരുന്ന നമുക്ക് നമ്മുടെ രാജ്യം നഷ്ടപ്പെടുകയാണോ എന്ന ദുഃഖമാണ് ഉണ്ടാവുക. നമ്മുടെ രാജ്യം അതിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളെ നഷ്ടപ്പെടുത്തുകയാണോ, അതിൻ്റെ മതേതര സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുകയാണോ, ജനാധിപത്യ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏകാധിപത്യത്തിൻ്റെയും ഏകമതത്തിൻ്റെയും ഒക്കെ പിടിയിലേക്ക് ഈ രാജ്യം മാറുകയാണോ എന്ന് ന്യായമായിട്ട് സംശയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ മണിപ്പൂർ സംഭവം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വലിയ പാഠം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കുവാൻ, ഇന്ത്യ എന്ന ആ ഒരു വലിയ ആശയത്തെ സംരക്ഷിക്കുവാൻ നമ്മളെല്ലാവരും ഓരോ പൗരനും പരിശ്രമിക്കേണ്ട ഒരു കാലമായി. കാരണം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഈ മതേതരത്വം നഷ്ടപ്പെടുന്നു, നമ്മുടെ പരിശീലനത്തിൽ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. അതുപോലെ ഇതുപോലെയുള്ള അക്രമ പ്രവർത്തനങ്ങളിലൂടെ ഒരു വലിയ ജനസമൂഹത്തെ തന്നെ, ഒരു പ്രത്യേക മതവിഭാഗത്തെ തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുന്നു. ആർക്കുമൊന്നും പറയാനാവുന്നില്ല. പത്രങ്ങൾ പോലും വളരെ നിഗൂഢമായ നിശബ്ദത പുലർത്തുന്ന ഒരു വലിയ സാഹചര്യം. അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള ഭയം. നിർഭയത്വത്തോടെ
ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കാനാവാത്ത ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അത് കുറച്ചു പേർക്ക് മാത്രം ഉണ്ടായാൽ പോരാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും പിൻവാങ്ങുമ്പോഴാണ് പലപ്പോഴും ചൂഷണത്തിൻ്റെ ശക്തികൾ വിജയിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ ഭരണാധികാരികളോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാവരെയും ഒരുപോലെ പൗരന്മാരായി കണ്ട്, ഏത് മതവിശ്വാസികളാണെങ്കിലും, ഏത് സംസ്കാരമുള്ളവരാണെങ്കിലും, ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെല്ലാം ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ് എന്ന കാഴ്ചപ്പാടിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, എല്ലാവരെയും സംരക്ഷിക്കാൻ ഭരണകൂടം തയ്യാറാവണം. ഇന്നലെ സർവകക്ഷി യോഗം അവിടെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. പക്ഷേ അതിനുശേഷവും വീണ്ടും കലാപം തുടരുകയാണ്. അവിടെ ഭരണാധിപന്മാരൊക്കെ മാറി മാറി അവിടെ ചെല്ലുന്നുണ്ടെങ്കിലും അവർക്കാർക്കും തന്നെ ഇതൊന്നും നിയന്ത്രിക്കാനായിട്ടാവുന്നില്ല. പട്ടാളവും പോലീസും എല്ലാം നോക്കി നിൽക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാകുമ്പോൾ നമ്മൾ ആരോടാണ് പരാതി പറയുക? ഭരണകൂടങ്ങളാണെങ്കിൽ പരാതി പറയുന്നവരെ കേൾക്കാൻ പോലും തയ്യാറാകാത്ത നിസ്സഹായമായ സാഹചര്യവും സംജാതമാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നിവിടെ ഈ നടത്തിയ ഈ ഉപവാസ പ്രാർത്ഥനാ യജ്ഞത്തിന് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. നമ്മൾ ഈ രാജ്യത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്നുള്ള വികാരങ്ങളെയാണ് നമ്മളും പങ്കുവെച്ചത്. നമുക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം അതിരൂപതയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി യാചിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ രാജ്യം അതിൻ്റെ പ്രതാപത്തോടെ, അതിൻ്റെ നന്മകളോടുകൂടി, അതിൻ്റെ സർവ്വമൂല്യങ്ങളോടും കൂടി തിരിച്ചു വരും. ആ രാജ്യത്ത് എല്ലാവർക്കും നിർഭയത്വത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം സംജാതമാകും. ആ സാഹചര്യം സംജാതമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മണിപ്പൂരിലെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ, അവിടുത്തെ മതേതര സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ, ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ ഗവൺമെൻറ് സത്വരമായി ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.